السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. ഫിഖ് പാഠം 344. ഉമ്മ, മകൾ, സഹോദരി തുടങ്ങി തനിക്ക് വിവാഹബന്ധം ഹറാമുള്ള സ്ത്രീകളുടെ ശരീരത്തിൽ നിന്ന് മുട്ട്, പൊക്കിൾ, അവയ്ക്കിടയിലുള്ള ഭാഗം അല്ലാത്തത് ദർശിക്കാവുന്നതാണ്. അഥവാ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുമായി വിവാഹബന്ധത്തിലേർപ്പെടൽ ഹറാമുള്ള പുരുഷന്മാരുടെ മുൻപിൽ മുട്ടുപൊക്കലിനിടയിലുള്ള ഭാഗം അല്ലാത്തത് വെളിപ്പെടുത്തുന്നതിന് അവൾക്ക് തെറ്റില്ല. മുട്ടുപൊക്കലിനിടയിലുള്ള ഭാഗം മറച്ചുവെക്കൽ നിർബന്ധമാണ്. അല്ലാത്ത ഭാഗം ആ മെഹറമിൻ്റെ മുൻപിൽ വെളിവത്താകുന്നതിന് തെറ്റില്ല. ആ ഭാഗം ദർശിക്കുന്നതിന് പുരുഷന്മാർക്കും തെറ്റില്ല. വലാ യൻദുറു മിൻ മഹ്റമിഹി ബൈന സുറത്തിൻ വറുക്ബ വയഹില്ലു മാ സിവാഹ്. ഇതാണ് മിൻഹാജിൻ്റെ ഇബാറത്ത്. പക്ഷേ ഹൈസു ലാ ഷഹ്വ, ഷഹ്വത്ത് ഇല്ലാതിരിക്കണം. ഷഹ്വത്ത് ഉണ്ടാകുന്ന സമയത്ത് മഹറമിൻ്റെ ശരീരഭാഗങ്ങളും നോക്കുന്നതും കാണുന്നതും ഹറാമ് തന്നെ ആയിത്തീരും. എന്നു മാത്രമല്ല, വലാ ഖൗഫ ഫിത്ന, ഫിത്ന ഭയപ്പെടാതിരിക്കുകയും വേണം എന്നുകൂടി കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. തൻ്റെ മഹറമായ സ്ത്രീയുടെ മുട്ടുപൊക്കലിനിടയിലുള്ള ഭാഗം അല്ലാത്തത് താൻ കാണുന്ന പക്ഷം അവിടെ നാശം ഭയപ്പെടുന്നുണ്ട് എങ്കിൽ കാണാതിരിക്കണം. അത്തരം സന്ദർഭങ്ങളിലും കാണുന്നത് ഹറാമായിത്തീരും. സാധാരണഗതിയിൽ മഹറമായ തനിക്ക് മഹറമായിട്ടുള്ള സ്ത്രീയുടെ മുട്ടുപൊക്കളിനിടയിലുള്ളത് അല്ലാത്ത ഭാഗങ്ങൾ കാണുന്നതിന് തെറ്റുവരുന്നില്ല. അതേസമയം ശഹ്വത്തോടുകൂടെ കാണുന്നതും ഫിത്ന ഭയപ്പെടുന്ന സാഹചര്യത്തിൽ കാണുന്നതുമെല്ലാം ഹറാമാണ്. ഇക്കാര്യം ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു തുഹ്ഫയിലും മറ്റു പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ ഇത്തരം നിയമങ്ങൾ വളരെ കൃത്യമായി പാലിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.